കൊലപാതകങ്ങൾ തനിക്കൊട്ടും കുറ്റബോധമില്ലെന്ന് പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര. തെളിവെടുപ്പിനെത്തിയപ്പോഴായിരുന്നു മാധ്യമങ്ങളുടെ ചെന്താമരയുടെ പ്രതികരണം. കസ്റ്റഡി കാലാവധി പൂർത്തിയായതോടെ ചെന്താമരെ വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റി. കുറ്റബോധമല്ല, എന്റെ കുടുംബത്തിന് നശിപ്പിച്ചു, അതറിയില്ല നിങ്ങള്. ചെയ്ത തെറ്റിൽ ചെന്താമരയ്ക്ക് കുറ്റബോധമില്ല, പകയും വൈരാഗ്യവും അടങ്ങിയിട്ടുമില്ല. കുറ്റബോധമുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ തന്റെ കുടുംബം ഇല്ലാതാക്കിയത് അറിയില്ലേ എന്ന് ചെന്താമരയുടെ മറുചോദ്യം. 2010 വീട് വെച്ചിട്ട് ആ വീട്ടിൽ കയറി ഇരിക്കാൻ പറ്റിയിട്ടില്ല. മകള് എഞ്ചിനീയറാണ്, അവളെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. അക്ഷര ഫൗണ്ടേഷൻ പഠിപ്പിക്കണം. തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴാണ് ഈ പ്രതികരണം. എലവഞ്ചേരി അഗ്രോ എക്യുപ്സ് എന്ന കടയിൽ നിന്നാണ് ആയുധം വാങ്ങിയതെന്ന് ചെന്താമര പോലീസിനോട് വിശദീകരിച്ചു. എന്നാൽ ചെന്താമരയെ കണ്ടിട്ടില്ലെന്ന് കടയുടമ ചെന്താമരാക്ഷൻ. അത് എനിക്കറിയില്ല, എൻ്റെ അവിടെ വന്നിട്ടില്ല. അയാൾക്ക് ആ പടത്തിൽ കണ്ട സാധനം എൻ്റെ അല്ല. തെളിവെടുപ്പ് പൂർത്തിയായെന്നും ആവശ്യമായ തെളിവുകൾ ലഭ്യമായെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരൻ വ്യക്തമാക്കി. ഇനി നമുക്ക് മറ്റ് ക്രൈം വർക്ക് മാത്രമേ ഉള്ളൂ. ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പരിപാടികളും ഇതോടെ അവസാനിക്കും. തന്റെ വീട് മകൾക്ക് നൽകണമെന്നാണ് ചെന്താമരയുടെ ആവശ്യം. ഇനി പുറത്തിറങ്ങണമെന്ന ആഗ്രഹവും പ്രതിക്കില്ല. തെളിവെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ പ്രതിയെ ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനാൽ പ്രതിയെ ജയിലിലേക്ക് മടക്കി. പോലീസിന് വലിയ തലവേദനയായിരുന്ന ചെന്താമരയുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായി. കുറ്റപത്രം കുറ്റമറ്റതാക്കാൻ ആവശ്യമായ എല്ലാ തെളിവുകളും ലഭിച്ചതായാണ് പോലീസ് വ്യക്തമാക്കുന്നത്. രാജീവ് സുദേവനൊപ്പം നെന്മാറയിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24.